ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രേക്ഷകർ കാണും, ഇത് കാണും കേട്ടോ, ഇത് കാണും. ഫ്ലാഷ് ബാക്ക്. ഇവിടെ വലിയ ഗംഭീരമായ UDF ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് ഗവർണർ കേരളത്തിലെ ആശുപത്രിയിൽ പൊതു ആശുപത്രിയിൽ മരിച്ചു കിടന്നത്. ഇവിടെ മന്ത്രി ശങ്കരന് മുട്ടുപരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രി പൊതുവിൽ ന്യായീകരണമായിട്ട് പറഞ്ഞത് എന്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ കേരളത്തിൽ ആകെ 5 കൊല്ലക്കാലം കൊണ്ട് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യരംഗത്ത് ചെലവഴിച്ച സംഖ്യ 663 കോടിയാണ്, മികച്ച കാലം. ഇപ്രാവശ്യം ഇവിടെ LDFന്റെ ഗവൺമെന്റ് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം വെറും 3 കൊല്ലക്കാലം കൂടി ചെലവഴിച്ചത് 4400 കോടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് വൃക്ക ശസ്ത്രക്രിയ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെന്റ് ആശുപത്രികളിൽ എവിടെയെങ്കിലും മസ്തിഷ്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? അവയവ മാറ്റിവെക്കൽ ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം കൊണ്ടുവന്നത് LDFന്റെ ഗവൺമെന്റ് കാലത്താണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? അത് വഴിയേ അറിഞ്ഞോളൂ. സാധാരണക്കാർക്ക് അവിടെ ചികിത്സയുണ്ട്, അവിടെ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്, ആശുപത്രി സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം മെച്ചപ്പെട്ട ആരോഗ്യരംഗം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് ആരാ പറയുന്നത്? പക്ഷെ ശരിയാണ്. പക്ഷേ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ഇടാൻ പോകുന്നുണ്ടോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല ഉയർന്നിട്ടുണ്ട്, പോകുന്നുണ്ടോ ഈ സർക്കാരിന്റെ കാലത്ത്? സംശയം അല്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളടക്കം, മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നില്ല, അദ്ദേഹം ഒരു വിദഗ്ധ ചികിത്സ തേടി പുറത്തു പോയതാണ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. എന്റെ അടുത്ത് കണക്കടക്കമുണ്ട്, പക്ഷേ വെല്ലുവിളിക്കരുത്. ബാക്കി എല്ലാവരും കേരളത്തിനെ ചികിത്സിക്കുന്നേ. അല്ല വെല്ലുവിളിച്ചോണ്ട് ഞാൻ പറയുന്നത്. ശരി, തദ്ദേശ മന്ത്രി MP രാജേഷും ഭാര്യയും ചികിത്സയ്ക്കെത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഭാര്യയും ചികിത്സയ്ക്കെത്തിയത് കൊച്ചി. ഞാൻ പറയട്ടെ, അല്ലല്ല, മാഷിന് വെല്ലുവിളിച്ചല്ലേ, പറയാന്നേ, പറഞ്ഞിട്ട് പോകുന്നേ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ പറയരുത്, നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളും 2-3 പേരും ഗവൺമെന്റിനെ പറയുക, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടുക, അത് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ ഗവൺമെന്റിനെ പറയുക, അതുപോലെ നിങ്ങൾ 2-3 ആളുകളെ ഗവൺമെന്റിനെ പറയുക കൊണ്ടുവരിക. എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുക, അത് പറ്റില്ല. ഞാൻ ചോദിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ഗവൺമെന്റിനെ ചിന്തിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കാര്യങ്ങൾ കേൾക്കുന്ന BJP-കാരൻ, ഈ കാര്യങ്ങൾ കേൾക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസ്സുകാരൻ, അവൻ പറയും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 10 ഇരട്ടി കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അവരാരും പൊതു ആശുപത്രി പോകാറില്ല, ഇപ്പൊ എല്ലാവരും പോകുന്ന പൊതു ആശുപത്രിയിലാണ്. കാരണം അവിടെ ചികിത്സയുണ്ട്, അവിടെ ഡോക്ടറുണ്ട്, കോടിക്കണക്കിന് അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലുണ്ട്. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. മാറ്റങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ സമാനതകളില്ല. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ മാഷ ഇത്തിരി ക്ഷുഭിതനായി. മാഷ ക്ഷുഭിതനാവുന്ന സമയത്ത് ഞാൻ അതിനുള്ള പേടി കൊണ്ടല്ല, എനിക്ക് അങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ട് അങ്ങ് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ മാഷേ, അതല്ലേ ഒരു രീതി. അല്ല, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്, അത് അങ്ങനെ വെച്ചോളൂ. ഈ 3 പേരും ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? എങ്ങനെ മാഷ ശരിയാവാം? ഞാനൊരു കാര്യം പറയട്ടെ, മാഷ് പറയുന്നു ഞാൻ സർക്കാർ, ഞാനും കൂടെ പറയട്ടെ മാഷേ, സ്വകാര്യ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. കോൺഗ്രസ്സുകാരനും കമ്മിറ്റിക്കാരനും നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ ലോബിക്ക് വേണ്ടിയാണ്, കോടികൾ ലാഭം ചെയ്യുന്ന ലോബിക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയല്ല. സാധാരണക്കാർക്ക് വലിയ മുന്നേറ്റം നിങ്ങൾക്ക്. ഇവൻ പൊട്ടനാണ് മുതലാളി. എനിക്കറിയാം മാഷ് പൊതുവേദികളിലൊക്കെ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. പക്ഷെ മാഷ് കുറെ നേരമായി, പ്രേക്ഷകരും കാണുന്നുണ്ട്, കുറെ നേരമായി ഏകപക്ഷീയമായി സംസാരിച്ചുകൊണ്ട് പോകണം. കാരണം മാഷിക്ക് നിർത്താൻ പരിമിതിയുണ്ട്. നിർത്തിയാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മാഷിക്ക് കൃത്യമായി അറിയാം. ഞാൻ അങ്ങ് ഗവർണർ അടക്കം, അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അത് ഉണ്ടായത് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രേക്ഷകർ കാണും, ഇത് കാണും കേട്ടോ, ഇത് കാണും. അതുകൊണ്ട് മാഷ് എന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. പക്ഷേ ഞാൻ മാഷോട് അപേക്ഷിക്കട്ടോ കേട്ടോ, ഞാൻ അപേക്ഷിക്കുള്ളൂ. മാഷിക്ക് നിർത്താൻ പേടിയാണെന്ന് പറയും നാട്ടുകാർ കേട്ടോ. ശരി, അപ്പൊ ഞാൻ അപ്പൊ നമ്മുടെ ഭരണകാലത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയാണോ പോകുന്നത്? എല്ലാ മന്ത്രിമാരും അതെ, മുഖ്യമന്ത്രി ബാക്കി എല്ലാവരും അതേന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിമാരുടെ പേര് പറയാൻ തുടങ്ങിയപ്പോഴാണ് മാഷ് ആദ്യം ദീർഘമായി പിന്നീട് ഇടപെട്ട് പോയത്. അത് തദ്ദേശ മന്ത്രി MP രാജേഷ്, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി, അങ്ങനെ മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ്, മന്ത്രിമാരുടെ കുടുംബം അടക്കമൊന്നും ഞാൻ പറയുന്നില്ല. ശരി, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അനുവദിക്കപ്പെട്ട സർക്കാരിന്റെ രേഖകളാണ് ആശുപത്രി. കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ് ഈ 2 കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ പാടില്ല എന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത്. ഇവിടെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ടാവരുത്. മന്ത്രിമാർക്ക് നല്ല ആരോഗ്യം നമ്മുടെ അവകാശമാണ്, നമ്മളെ നയിക്കുന്നവരാണ്. പക്ഷേ അപ്പോൾ പറയരുത് ഏറ്റവും മികച്ച ചികിത്സ കേരളത്തിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളാണ് എന്ന് പറഞ്ഞിട്ടാവരുത് എന്നേ പറഞ്ഞു. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി.